പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടാലിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് കമ്പനി ക്രിയേഷൻ കഴിഞ്ഞ പാർട്ടിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ടാലിയിൽ ഇനി ചെയ്യാനുള്ളത് ലെഡ്ജർ ക്രിയേഷനാണ്. എങ്ങനെയാണ് ടാലിയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. ടാലിയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഡ്ജർ ക്രിയേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു പേജ് കാണാം. അവിടെ നമ്മൾ കീബോർഡിൽ എ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിൻഡോ തുറന്ന് വരാണ്. അക്കൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്രൂപ്പ്, ലെഡ്ജേഴ്സ്, വൗച്ചേഴ്സ് ടൈപ്പ് എന്നിട്ട് ക്വിറ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കാണാം. ഇതിൽ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സിംഗിൾ ലെഡ്ജർ, മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സിംഗിളായിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ലെഡ്ജറും, മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെഡ്ജർ കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് കുറേ ബാങ്ക് അക്കൗണ്ട്, ഇപ്പോൾ SBI, കാനറ, അങ്ങനെ കുറേ ബാങ്ക് അക്കൗണ്ട് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ലെഡ്ജർ ഉപയോഗിക്കുന്നത്. നമുക്ക് തൽക്കാലം സിംഗിൾ ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ, ക്രിയേറ്റ് ആൻഡ് ആൾട്ടർ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലെഡ്ജർ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാലി ഡിഫോൾട്ടായിട്ട് 2 ലെഡ്ജർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ക്യാഷും ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നോക്കാം. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ തുറന്നു വരുന്നതാണ്. അപ്പോൾ ലെഡ്ജറിൻ്റെ എന്താണ് പേര് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ സബ്ബായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഏലിയാസ് എന്ന ഭാഗത്ത് കൊടുക്കാം. ഓക്കെ, ക്യാപിറ്റലിൽ എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത് കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലായിരിക്കും മെയിൻ വരിക. അത് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോ കാര്യം എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങളിന് ബാക്കിയുള്ള കണക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റിച്ചാൽ ഇത് മൊത്തം തെറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത് എൻ്റർ എടുത്തു കഴിഞ്ഞാൽ മെയിലിംഗ് ഡീറ്റെയിൽസ് വേണം കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഓക്കെ, നമ്മൾ കേരള കൊടുക്കാനുണ്ട്, സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിൻകോഡ് ആവശ്യം കൊടുക്കാം, ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാം. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ കഴിഞ്ഞ കൊല്ലത്തെ ഓപ്പണിംഗ് ഇത് എത്രയായിരുന്നുണ്ട് വെച്ചാൽ അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2 ലക്ഷം കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൽ എൻ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നമുക്ക് ബാലൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് ക്രെഡിറ്റ് ആയിട്ടാണുള്ളത്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിലായിട്ട് വരാൻ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എൻ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത വീണ്ടും ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വേറൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സാലറി അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, സാലറി എൻ്റർ അടിച്ച് കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ നിന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി നമുക്ക് സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരികയാണ്. ഓക്കെ, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് വരുന്നതാണ്. കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ബാലൻസ് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുകയാണ് ബാലൻസ്. കഴിഞ്ഞ കൊല്ലത്തെ ഒരു ബാലൻസ് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3000 രൂപ കൊടുക്കുകയാണ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസ് ടോട്ടൽ കാണിക്കും. ബാക്കിയുള്ളത് കാണിക്കുന്നുണ്ട്, ഡെപ്റ്ററിലാണ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ 2 ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്കിതിന്ന് ഈ പുറകോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl+Q അടിക്കുക അല്ലെങ്കിൽ എസ്കേപ്പ് അടിക്കുക കഴിഞ്ഞാൽ ബാക്കപ്പ് പോകുന്നതാണ്. നമുക്കിവിടെ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത 2 ലെഡ്ജർ കാണാൻ പറ്റുന്നതാണ്. ക്യാപിറ്റലും സാലറിയും ബാക്കി 2ഉം ഡിഫോൾട്ടായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞ് ബാക്കപ്പ് പോവാം. ആൾട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്ത ലെഡ്ജറിൽ എന്തെങ്കിലും മാറ്റം വരുത്താണ്ട് വെച്ചാൽ നമുക്ക് അതിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.